Hi, welcome to Renisha CS Edu World. ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഷിഫ്റ്റ് റെഡ്യൂസ് പാസിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിങ്ങിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് പാസറാണ്. Okay, shift reduce passer is a bottom up passer. It is a bottom up passer ആണ് shift reduce passer എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ ഇൻപുട്ടിൽ നിന്നാണ് സ്റ്റാർട്ട്സ് ഫ്രം ബോട്ടം അറ്റ് ദ ലീഫ്. ബോട്ടത്തിൽ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്, അതായത് ലീഫിൽ നിന്നാണ് തുടങ്ങിയിട്ട് എങ്ങോട്ടാണ് ടോപ്പിലേക്കാണ് വരുന്നത്. ടോപ്പിലേക്ക് റൂട്ടിലേക്ക്, അതായത് സ്റ്റാർട്ട് സിമ്പിളിലേക്കാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു. ബോട്ടം അറ്റ് ദ ലീഫ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ട് എവിടെ വരണം? സ്റ്റാർട്ട് സിമ്പിളിൽ വരണം. ഓക്കെ, റൂട്ടിലേക്ക് വരണം. അത് നമ്മൾ ഓൾറെഡി ജനറലായിട്ട് പറഞ്ഞായിരുന്നു ബോട്ടം അപ്പ് പാസറിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ആ സെയിം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ട്സ് ഫ്രം ബോട്ടം അറ്റ് ദ ലീഫ്. ബോട്ടത്തിൽ നിന്ന് തുടങ്ങണം, ലീഫിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അത് ഗ്രോ ദ ട്രീ ടുവേർഡ്സ് ദ ടോപ്പിലേക്കാണ് അത് വളർന്നു വരുന്നത്, ഗ്രോ ചെയ്യുന്നത്. അതെന്താണ്? റൂട്ടിലേക്കാണ് അത് വരുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് സിമ്പിളിലാണ്. ഈ റൂട്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സിമ്പിളാണ്. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് എവിടെ വരണം? സ്റ്റാർട്ടിങ് സിമ്പിളിലേക്കാണ് ബോട്ടം അപ്പ് പാസർ വരേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ എന്ന് പറയുന്നത്. ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ദർ ആർ 2 type ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. 2 ഡേറ്റ സ്ട്രക്ചറാണ് നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസിനകത്ത് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാക്ക്, രണ്ടാമത്തത് ഇൻപുട്ട് ബഫർ. ഓക്കെ, അപ്പോൾ 2 ഡേറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാക്കും ഇൻപുട്ട് ബഫറും. സ്റ്റാക്കിൻ്റെ അകത്ത് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രാമർ സിമ്പിളിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാക്ക് ഈസ് റിക്വയർഡ് ടു ഹോൾഡ് ദ ഗ്രാമർ സിമ്പിൾസ് സ്റ്റോർ ചെയ്യാനായിട്ടാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ബഫർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഏതാണോ ഇൻപുട്ട് സ്ട്രിങ് അതിനെ ഹോൾഡ് ചെയ്യാനായിട്ടാണ്. പാസിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് സ്ട്രിങ്ങിനെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഇൻപുട്ട് ബഫർ യൂസ് ചെയ്യുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻപുട്ട് ബഫർ ഈസ് റിക്വയർഡ് ടു ഹോൾഡ് ദ സ്ട്രിങ് ടു ബി പാസ്ഡ്. ഏത് സ്ട്രിങ് ആണോ പാസ് ചെയ്യേണ്ടത് അതിനെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഇൻപുട്ട് ബഫർ യൂസ് ചെയ്യുന്നത്. അപ്പം മനസ്സിലായി. ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന 2 ഡേറ്റ സ്ട്രക്ചർ സ്റ്റാക്കും ഇൻപുട്ട് ബഫറുമാണ്. സ്റ്റാക്കിൻ്റെ അകത്ത് ഗ്രാമർ സിമ്പിളാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇൻപുട്ട് ബഫറിൻ്റെ അകത്ത് നമ്മൾ ഏതാണോ പാസ് ചെയ്യേണ്ടത് ആ സ്ട്രിങ്, ഇൻപുട്ട് സ്ട്രിങ്ങിനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റാക്കും ഇൻപുട്ടും വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് 2 ഡേറ്റ സ്ട്രക്ചറാണെന്ന് പറഞ്ഞു, സ്റ്റാക്കും ഉണ്ട് ഇൻപുട്ടും ഉണ്ട്. അപ്പം ഒരു സ്റ്റാർട്ടിങ്, ഇത് ഇനിഷ്യൽ കണ്ടീഷനിൽ, ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ സ്റ്റാക്കിൻ്റെ അകത്ത് ഡോളർ സിമ്പിൾ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇനിഷ്യൽ കണ്ടീഷനിൽ സ്റ്റാക്കിൻ്റെ അകത്ത് ഉള്ളത് ഡോളർ സിമ്പിൾ മാത്രം കാണും. ഇൻപുട്ടിൻ്റെ അകത്ത് ഇൻപുട്ട് സിമ്പിളും ഡോളറും. ഓക്കെ, എൻഡിൽ ഒരു ഡോളർ കാണും. ഇൻപുട്ട് സ്ട്രിങ്ങുമാണ് ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നത്? W എന്ന് പറഞ്ഞേക്കുന്നതാണ് ഇവിടുത്തെ ഇൻപുട്ട് സ്ട്രിങ്. ആ ഇൻപുട്ട് സ്ട്രിങ് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഒരു ഡോളർ കാണും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാക്ക് ഒരു ഇനിഷ്യൽ കണ്ടീഷനിൽ സ്റ്റാക്കിൻ്റെ അകത്ത് ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിൻ്റെ സ്റ്റാക്കിൽ ഡോളർ സിമ്പിൾ മാത്രമായിരിക്കും. ബഫർ, ഇൻപുട്ട് ബഫറിൻ്റെ അകത്ത് ഇൻപുട്ട് സ്ട്രിങ് വിത്ത് ഡോളർ. ഇൻപുട്ട് സ്ട്രിങ് കഴിഞ്ഞിട്ട് എൻഡിലൊരു ഡോളർ കാണും. ഓക്കെ, ഇതാണ് ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷനിൽ സ്റ്റാർട്ടിങ്. അത് ഇനിഷ്യൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് കണ്ടീഷൻ. ഷിഫ്റ്റ് റെഡ്യൂസ് പാസിങ് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് കാണുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സ്റ്റാക്കിൻ്റെ അകത്ത് ഡോളറും ഇൻപുട്ടിൻ്റെ അകത്ത്, ഇൻപുട്ട് ബഫറിൻ്റെ അകത്ത് ഇൻപുട്ട് സ്ട്രിങ്ങും എൻഡിൽ ഒരു ഡോളറും കാണും. ഓക്കെ, എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം മൂവിങ് ദി ഇൻപുട്ട് സിമ്പിൾ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഓക്കെ, മൂവ് ചെയ്യും. എവിടെ നിന്നാണ്? സ്റ്റാക്കിൽ, ഇൻപുട്ട് ബഫറിൽ നിന്ന് സ്റ്റാക്കിലേക്ക് സിമ്പിളിനെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്?
ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലേക്ക് സിമ്പിളിനെ നമ്മൾ കൊണ്ടുവെക്കും, മൂവ് ചെയ്യിക്കും. ഓക്കെ, മൂവിങ് ഇൻപുട്ട് സിമ്പിൾ ഓൺ ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഇൻപുട്ട് സിമ്പിളിനെ എന്ത് ചെയ്യുക, ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കുക. ഓക്കെ, എവിടം വരെയാണ് നമ്മൾ ഈ മൂവ് ചെയ്യിക്കേണ്ടത്? അണ്ടിൽ എ ഹാൻഡിൽ ബീറ്റ അപ്പിയർ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഒരു ഹാൻഡിൽ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ അത് ഹാൻഡിൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഹാൻഡിൽ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ഉള്ളത് ഇൻപുട്ടിൻ്റെ, അതായത് സ്റ്റാക്കിൻ്റെ ടോപ്പിൻ്റെ അകത്ത് വരുവാണെങ്കിൽ അതിനെയാണ് ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പം എവിടം വരെയാണ് നമ്മൾ എന്തുമാത്രം സിമ്പിൾസിനെയാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ടത്? അണ്ടിൽ എ ഹാൻഡിൽ ബീറ്റ അപ്പിയർ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഹാൻഡിൽ ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഹാൻഡിൽ ഏതെങ്കിലും ഹാൻഡിൽ ആയിക്കോട്ടെ, അതിൻ്റെ ജനറൽ ഫോമാണ് ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞേക്കുന്നത്. ആ ബീറ്റ എന്ത് വരണം? ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ വരുന്നത് വരെയാണ് നമ്മൾ പുഷ് ചെയ്യേണ്ടത്. പുഷ് മൂവ് ചെയ്യാണ്, സ്റ്റാക്കിലേക്ക് നമ്മൾ ടോപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം. ഓക്കെ, ഇനിയും ഇത് എവിടം വരെ ചെയ്യണം? ഒന്നുകിൽ ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്യുന്നവരെ. അപ്പോൾ സ്റ്റാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്നാന്ന് വിചാരിക്കുക. സ്റ്റാക്കിൻ്റെ അകത്ത് ഒരു ഡോളർ മാത്രമുള്ള സിമ്പിളിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇൻപുട്ട് ബഫറിൻ്റെ അകത്തോ സ്റ്റാർട്ടിങ് സിമ്പിളും ഇൻപുട്ട് സ്ട്രിങ്ങും ഡോളറുമായിരുന്നു ഇൻപുട്ട് ബഫറിലുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ എന്തോ ചെയ്തു? ഇൻപുട്ട് ബഫറിൽ നിന്ന് ഇൻപുട്ട് സിമ്പിളിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? സ്റ്റാക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യിച്ചു. എവിടം വരെ? അണ്ടിൽ ഒരു ഹാൻഡിൽ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ വരുന്നത് വരെയാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, ദ പാസർ കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ദി സൈക്കിൾ. പാസർ എവിടം വരെ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും? അണ്ടിൽ ആൻ എറർ ഈസ് ഡിറ്റക്റ്റഡ്. ഒന്നുകിൽ ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സ്റ്റാക്ക് ഈസ് ലെഫ്റ്റ് വിത്ത് ഓൺലി സ്റ്റാർട്ട് സിമ്പിൾ. ഇതാണ് ഫൈനൽ കണ്ടീഷൻ. ഒന്നുകിൽ എവിടം വരെയാണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ എറർ, അല്ലെങ്കിൽ ഇതാണ് ഫൈനൽ കോൺഫിഗറേഷൻ അല്ലെ ഫൈനൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. സ്റ്റാക്കിൽ എന്ത് വരണം? സ്റ്റാർട്ടിങ് സിമ്പിൾ മാത്രം. കണ്ടോ, ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ സ്റ്റാർട്ടിങ് സിമ്പിൾ മാത്രം വരണം. അതാ പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റാക്ക് ഈസ് ലെഫ്റ്റ് വിത്ത് ഓൺലി ദ സ്റ്റാർട്ട് സിമ്പിൾ മാത്രം. കണ്ടോ, അതുകൊണ്ട് പിന്നെ ഡോളറേ ഉള്ളൂ. അപ്പോൾ സ്റ്റാക്കിൻ്റെ അകത്ത് എന്ത് വരണം? സ്റ്റാർട്ട് സിമ്പിൾ മാത്രം വരണം. ഇൻപുട്ട് ബഫർ ബിക്കം എംറ്റി. ഇൻപുട്ട് ബഫറിൽ എന്തായിരിക്കണം? എംറ്റി ആയിരിക്കണം, ഡോളർ മാത്രം വരണം. ഇങ്ങനെ ഒരു കണ്ടീഷനാണ് ഫൈനൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒന്നുകിൽ ഈ പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് എന്താണ് നമ്മൾ പറഞ്ഞത്? സ്റ്റാക്കിൽ നിന്ന് ഇൻപുട്ട് ബഫറിൽ നിന്ന് സിമ്പിൾ എന്ത് ചെയ്യുക? സ്റ്റാക്കിലേക്ക് മൂവ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അത് ചെയ്യേണ്ടത് എവിടം വരെയാണ്? ഒരു ഹാൻഡിൽ വരുന്നത് വരെ ഇങ്ങനെ ചെയ്തു, പിന്നെ ഹാൻഡിൽ മാറ്റി, പിന്നെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇത് എവിടം വരെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഒന്നുകിൽ ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്യുന്നിടം വരെ, അല്ലെങ്കിൽ ആ സ്റ്റാക്കിൽ ഒന്നുകിൽ സ്റ്റാർട്ടിങ് സിമ്പിളും ഇൻപുട്ടിൻ്റെ അകത്ത് ഇൻപുട്ട് എംപ്റ്റി ആയിരിക്കണം, ഇൻപുട്ട് ബഫർ. അങ്ങനെ ആകുന്ന കേസിലാണ് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഫൈനൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഫൈനൽ കോൺഫിഗറേഷൻ. ഫൈനൽ കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ പാസർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഫൈനൽ കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാസർ സ്റ്റോപ്പ് ഓർ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ദ പാസർ റിപ്പോർട്ട്സ് ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പാസിംഗ്. എന്നിട്ട് പാസർ റിപ്പോർട്ട് ചെയ്യും ഒരു സക്സസ്ഫുൾ കംപ്ലീഷൻ ആണ് എന്നുള്ളത് ഇവിടെ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് ഫൈനൽ കോൺഫിഗറേഷൻ. ഫൈനലി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പാസർ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് സക്സസ്ഫുൾ കംപ്ലീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് തരും. അപ്പം ഇങ്ങനെയാണ് ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ വർക്ക് ചെയ്യുന്നത്. ഈ ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിൻ്റെ അകത്ത് പോസിബിൾ ആയിട്ടുള്ള ആക്ഷൻസ്, ദർ ആർ 4 type ഓഫ് ആക്ഷൻ ഇൻ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ. ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിൻ്റെ അകത്ത് 4 type ഓഫ് ആക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഷിഫ്റ്റ്, സെക്കൻഡ് റെഡ്യൂസ്, തേർഡ് ആക്സെപ്റ്റ് ആൻഡ് ഫോർത്ത് എറർ. അപ്പം in shift reduce parser there are 4 type of actions: shift, reduce, accept and error.
ഇതാണ് 4 ടൈപ്പ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഷിഫ്റ്റ് ആക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഓക്കെ, ഷിഫ്റ്റ് എന്ന് പറയുമ്പം the next symbol is shifted on the top of the stack. ഒരു സിമ്പിൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സിമ്പിൾ ഈസ് ഷിഫ്റ്റഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഇപ്പം ഇൻപുട്ടിൽ നിന്ന് അപ്പം നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നേ? ഒരു സ്റ്റാക്കും ഉണ്ട്, ഒരു ഇൻപുട്ട് ബഫറും ഉണ്ട്. ഓക്കെ, സ്റ്റാക്കും ഉണ്ട്, ഒരു ഇൻപുട്ട് ബഫറും ഉണ്ട്. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഷിഫ്റ്റ് ആണ് ആക്ഷൻ എന്നുണ്ടെങ്കിൽ സ്റ്റാക്കിലേക്ക് ഇൻപുട്ടിൽ നിന്ന് ഒരു സിമ്പിൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഇതാണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലേക്ക് നമ്മൾ കൊണ്ടുവെക്കും, ഷിഫ്റ്റ് ചെയ്യും. ഇതിനെയാണ് ഷിഫ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സിമ്പിൾ ഈസ് ഷിഫ്റ്റഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഇൻപുട്ടിൽ നിന്ന് ഒരു സിമ്പിൾ എന്ത് ചെയ്യും? ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഷിഫ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് റെഡ്യൂസ് ആണ്. ഷിഫ്റ്റ് റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത്രയും എണ്ണത്തിനെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഹാൻഡിലാണ് വരുന്നതെങ്കിൽ ഈ ഹാൻഡിലിനെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു നോൺ ടെർമിനൽ സിമ്പിളിനെ ഇവിടെ പുഷ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പം ഇവിടെ ഹാൻഡിൽ XYZ ആണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, XYZ ആണെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. A ഇംപ്ലൈസ് XYZ എന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ XYZ വരുവാണെങ്കിൽ അത്രയും സിമ്പിളിനെ എടുത്ത് പോപ്പ് ചെയ്യും. അതായത് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു? പോപ്പ് ചെയ്തിട്ട് ഈ A എടുത്തിട്ട് എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം. ഓക്കെ, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നതിനെ എടുത്ത് പോപ്പ് ചെയ്തിട്ട് അതിനെ ഈ A എടുത്ത് പുഷ് ചെയ്യുക. അതാണ് റെഡ്യൂസിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ഷനാണ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. accept action, passer reports the successful completion of passing. ഓക്കെ, അക്സെപ്റ്റ് ആക്ഷൻ്റെ അകത്ത് പാസർ എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യും. ഒരു സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പാസിംഗ് ആയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? സ്റ്റാക്കിൻ്റെ അകത്ത് സ്റ്റാർട്ടിംഗ് സിമ്പിൾ മാത്രം വരിക. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ബഫർ എം ടി ആകുന്ന കണ്ടീഷനിലാണ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻ നടക്കുന്നത്. ഓക്കെ, സ്റ്റാക്കിൻ്റെ അകത്ത് ഡോളർ മാത്രം, ഇൻപുട്ടിൻ്റെ അകത്ത് ഇൻപുട്ട് ബഫറിൻ്റെ അകത്ത് എന്ത് വരണം? എം ടി ആണ്. ഈ ഒരു കേസിൽ മാത്രമാണ് അക്സെപ്റ്റ് നടക്കുന്നത്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പാസിംഗ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അക്സെപ്റ്റ്. മനസ്സിലായോ? അക്സെപ്റ്റ് ആണെങ്കിൽ സ്റ്റാക്കിൻ്റെ അകത്ത് സ്റ്റാർട്ടിംഗ് സിമ്പിൾ മാത്രം, ഇൻപുട്ടിൻ്റെ അകത്ത് എം ടി. ഈ ഒരു കണ്ടീഷനാണ് സക്സസ്ഫുൾ കംപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സക്സസ്ഫുൾ കംപ്ലീഷൻ ആണെങ്കിൽ പാസർ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഇനി എറർ ആണെങ്കിൽ പാസർ ബിക്കം കൺഫ്യൂസ്ഡ്. എറർ ആണെങ്കിൽ പാസറിനൊരു കൺഫ്യൂഷൻ ആണ്. അതിന് ഏത് ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. അതിനകത്ത് ഒന്നുകിൽ ഷിഫ്റ്റ് ആക്ഷൻ ആണോ എടുക്കേണ്ടത്, അതോ റെഡ്യൂസ് ആക്ഷൻ ആണോ എടുക്കേണ്ടത്, അതോ അക്സെപ്റ്റ് ആണോ എടുക്കേണ്ടത്. അപ്പം ഇത് ഏത് ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് എടുക്കാനായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ. ഇതിനെയാണ് എറർ എന്ന് പറയുന്നത്. അപ്പം പാസറിന് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഏത് എടുക്കണം, ഷിഫ്റ്റ് ചെയ്യണോ, റെഡ്യൂസ് ചെയ്യണോ, ആക്സെപ്റ്റ് ചെയ്യണോ. ഈ ഒരു കേസാണ് എറർ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ദീസ് ആർ ദ 4 ഡിഫറെൻറ്റ് ആക്ഷൻസ്. അപ്പം നമ്മൾ ഈ പാസർ ചെയ്യുമ്പോൾ, ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ ചെയ്യുമ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് റൂളുണ്ട്. അപ്പം ഈ കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. Okay, it is important to remember the following rule while performing the shift reduce action.
ഓക്കെ, ഷിഫ്റ്റ് റെഡ്യൂസ് ആക്ഷൻ ചെയ്യുമ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് ദ പ്രയോറിറ്റി ഓഫ് ഇൻകമിങ് ഓപ്പറേറ്റർ ഈസ് മോർ ദാൻ ദ പ്രയോറിറ്റി ഇൻ സ്റ്റാക്ക് ഓപ്പറേറ്റർ, then shift action is performed. അപ്പം നമുക്ക് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഷിഫ്റ്റും നമുക്ക് ഒരു സ്റ്റാക്കും ഉണ്ട്, ഒരു ഇൻപുട്ടും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഇത് സ്റ്റാക്ക്, ഞാനത് എസ് എന്ന് ഡിനോട്ട് ചെയ്തു. ഇവിടെ അല്ലാതെ നമുക്ക് എന്തുണ്ട്, ഒരു ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, ഇൻപുട്ടാണ് ഇത്. ഓക്കെ, ഇത് ഇൻപുട്ട്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ ഇതാണ്, സ്റ്റാക്കിൻ്റെ അകത്ത് എൻഡില് ഇഫ് എ പ്രയോറിറ്റി ഓഫ് ഇൻകമിങ് ഓപ്പറേറ്റർ ഈസ് മോർ ദാൻ ദ പ്രയോറിറ്റി ഓഫ് ഇൻ സ്റ്റാക്ക് ഓപ്പറേറ്റർ. അപ്പം ഇൻകമിങ് എന്ന് പറഞ്ഞെങ്കിൽ ഇൻപുട്ടിൽ കിടക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു സിമ്പിൾ കാണും, സ്റ്റാക്കിൻ്റെ അകത്ത് സിമ്പിളുണ്ട്, ഇൻപുട്ടിലും സിമ്പിളുണ്ട്. ഓക്കെ, അപ്പം സ്റ്റാക്കിൻ്റെ എൻഡിൽ ഒരു $ഉണ്ട്. അപ്പം ഇവിടെ സ്റ്റാക്കിനകത്ത് ഓരോ ഗ്രാമ സിമ്പിൾ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പം സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഇവിടെ ഒരു സിമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ സിമ്പിൾ ഉണ്ട്, ഇവിടെ എ എന്ന് പറഞ്ഞാണ് ഇൻപുട്ടിൽ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ നോക്കുന്നത് ഇൻകമിങ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന എ ആണ്. അപ്പം ഇൻകമിങ് ഓപ്പറേറ്റർ ഈസ് മോർ ദാൻ ദ പ്രയോറിറ്റി ഓഫ് സ്റ്റാക്ക് ഓപ്പറേറ്റർ. സ്റ്റാക്ക് ഓപ്പറേറ്ററെക്കാട്ടിലും പ്രയോറിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഷിഫ്റ്റാണ് നടക്കേണ്ടത്. അതായത് ഇതിപ്പോൾ മനസ്സിലായോ, ഇൻപുട്ടിൽ കിടക്കുന്ന ഒരെണ്ണം ഇതിനാണ്, ഇൻപുട്ടിൽ കിടക്കുന്നതിനാണ് പ്രയോറിറ്റി കൂടുതൽ എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ഇൻപുട്ടിൽ നിന്ന് ഒരു സിമ്പൽ ഈ ഒരു സ്റ്റാക്കിലേക്ക് കൊണ്ടിടുക, മൂവ് ചെയ്യുക. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കേണ്ടത്, പ്രയോറിറ്റി ഓഫ് ഇൻ സ്റ്റാക്ക് ഓപ്പറേറ്റർ. പ്രയോറിറ്റി ഇൻ സ്റ്റാക്ക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണ്, ഈസ് സെയിമോ ലെസ്സോ ആണ് എന്നുണ്ടെങ്കിൽ റെഡ്യൂസ് ആക്ഷൻ ഇവിടെ പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈക്വലോ ലെസ്സോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റെഡ്യൂസ് ആണ് ആക്ഷൻ നടക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചാണ്. അപ്പം ഇനി ഞാൻ എക്സാമ്പിളാണ് കാണിക്കുന്നത്. അപ്പം ഇത് റൂള് ഓർത്ത് വെച്ച് നമുക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ആക്ഷൻസ് ഷിഫ്റ്റ്, റെഡ്യൂസ്, അക്സെപ്റ്റ്, എറർ, ഈ ആക്ഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാമർ എന്ന് പറയുന്ന ഇതാണ്. ഇ ഇംപ്ലൈസ് ഇ മൈനസ് ഇ, ഇ ഇംപ്ലൈസ് ഇ ഇൻറ്റു ഇ, ഇ ഇംപ്ലൈസ് ഐ ഡി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്ന ഇതാണ് ഐ ഡി മൈനസ് ഐ ഡി ഇൻറ്റു ഐ ഡി. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് സിമ്പിൾ. അപ്പം ഇതിൻ്റെ ആണ് ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ സിമ്പിൾ ഇതാണ്, ഗ്രാമർ ഇതാണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്ന ഐ ഡി മൈനസ് ഐ ഡി ഇൻറ്റു ഐ ഡി ആണ്. അപ്പം ഇതിൻ്റെ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രയോറിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഹയർ പ്രയോറിറ്റി ഉള്ളത് ഐ ഡിക്കാണ്, നെക്സ്റ്റ് പ്രയോറിറ്റി ഇൻറ്റുവിനാണ്, നെക്സ്റ്റ് പ്രയോറിറ്റി മൈനസിനാണ്. അപ്പോൾ ഇതിനകത്ത് 3 ആണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. ഐ ഡി മൈനസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഐ ഡിക്കാണ് ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് പ്രയോറിറ്റി, പിന്നെ ഇൻറ്റുവിന്, പിന്നെ മൈനസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ. അപ്പം ഇനിഷ്യൽ കണ്ടീഷനിൽ അപ്പം നമുക്ക് ഉള്ളത് ഒരു സ്റ്റാക്ക് ഉണ്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ ഇതൊക്കെയാണ് വരയ്ക്കേണ്ടത്. ഒരു സ്റ്റാക്ക് ഉണ്ട്, ഇൻപുട്ട് ബഫർ ഉണ്ട്, പാസിംഗ് ആക്ഷൻസ് ഉണ്ട്. ഈ പാസിംഗ് ആക്ഷൻസിന് അവിടെ 4 ആക്ഷൻസ് ആണുള്ളത്: ഷിഫ്റ്റ്, റെഡ്യൂസ്, അക്സെപ്റ്റ് ആൻഡ് എറർ. അപ്പോൾ ഏത് ആക്ഷനാണ് ഇവിടെ പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞു ഓൾറെഡി, നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിൻ്റെ അകത്ത് പറഞ്ഞു, സ്റ്റാക്കിൻ്റെ അകത്ത് ഇനിഷ്യൽ കണ്ടീഷൻ്റെ അകത്ത് എന്തേ കാണത്തുള്ളൂ, ഡോളറേ കാണത്തുള്ളൂ. ഓക്കെ, ഇനിഷ്യലി നമുക്ക് ഡോളർ കാണും. ഇൻപുട്ട് ബഫറിൻ്റെ അകത്ത് ഇൻപുട്ട് സിമ്പിളും എൻഡ് കാണിക്കാനായിട്ട് ഒരു ഡോളറും കാണും.
അപ്പോൾ ഇൻപുട്ട് നമ്മൾ ഇതിൻ്റെയാണ് പാസെയർ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. ID മൈനസ് ID സ്റ്റാർ ID. പിന്നെന്താണ് ഡോളറാണ് ഉള്ളത്. അപ്പം നമ്മളിവിടെ നോക്കേണ്ട ഇതാണ്, ഡോളറും ഐഡിയും കൂടെ നോക്കും. ഡോളറും ഐഡിയും കൂടെ നോക്കുമ്പോഴത്തേന് ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ അത് ചെയ്യേണ്ട കാര്യം ഓർത്ത് വെക്കുക, ഇൻപുട്ട് സിമ്പിളാണ് ഇത്. ഓക്കെ, ഇൻപുട്ട് സിമ്പിളിനാണ് പ്രസിഡൻസ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഐഡിക്കാണ് പ്രസിഡൻസ് ഉള്ളത്. അപ്പം അതിനാണ് പ്രസിഡൻസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ സ്റ്റാക്കിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ഇതുണ്ട് ഇവിടെ ഷിഫ്റ്റ് ആക്ഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ID എടുത്തിട്ട് എന്ത് ചെയ്യണം, സ്റ്റാക്കിൻ്റെ അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം. കണ്ടോ, അപ്പം സ്റ്റാക്കിൻ്റെ അകത്തോട്ട് മൂവ് ചെയ്തു, ഈ ID സ്റ്റാക്കിൻ്റെ അകത്തോട്ട് മൂവ് ചെയ്തു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് നോക്കണം. ഇവിടെ സ്റ്റാക്കിൽ കിടക്കുന്ന ID ആണ്, ഇവിടെ മൈനസ് ആണ് കിടക്കുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു സ്റ്റാക്കിൽ കിടക്കുന്നതിന് മൈനസ് IDക്കാണ് പ്രസിഡൻസ് കൂടുതൽ അല്ലേ, മൈനസിന് പ്രസിഡൻസ് കുറവാണ് കമ്പയർ ടു ID. അപ്പം ഈ ഇൻപുട്ടിൽ കിടക്കുന്നതിന് പ്രസിഡൻസ് കുറവാണെങ്കിൽ നമ്മൾ റെഡ്യൂസ് ആക്ഷനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അത് റെഡ്യൂസ് ആക്ഷൻ ചെയ്യേണ്ടപ്പം എന്താ നോക്കണ്ടേ, ഈ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്ന ID ആണ്. അപ്പം ID ഈ ഒരു തന്നിരിക്കുന്ന ഗ്രാമർ സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. ഉണ്ട്, കണ്ടോ, ഈ ഇക്വേഷനുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യണം, സ്റ്റാക്കിൽ കിടക്കുന്ന ഈ ഒരു ഐഡിയെ പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, EA നമ്മൾ പുഷ് ചെയ്യണം. അപ്പോൾ റെഡ്യൂസ് ആക്ഷൻ്റെ അകത്ത് എന്താ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുന്ന എവിടെ, ഈ ഇംപ്ലൈസ് ID വെച്ചിട്ടാണ്, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, IDയെ നമ്മൾ പോപ്പ് ചെയ്തു, പോപ്പ് ചെയ്തിട്ട് EA നമ്മൾ പുഷ് ചെയ്യുക. ഓക്കെ, കണ്ടോ, IDയെ നമ്മൾ പോപ്പ് ചെയ്തു, IDയെ നമ്മൾ പോപ്പ് ചെയ്തിട്ട് EA നമ്മൾ പുഷ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നോൺ ടെർമിനൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി അടുത്തത് സ്റ്റാക്കിൽ കിടക്കുന്നത് ഡോളർ മാത്രമാണ്. എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, നമ്മുടെ സ്റ്റാക്കിൽ ടോപ്പിൽ കിടക്കുന്നത്, ഇനിയും സ്റ്റാക്കിൽ ടോപ്പിൽ കിടക്കുന്നത് ഡോളറാണ്, ഇവിടെ കിടക്കുന്നത് മൈനസ് ആണ്. അപ്പം ഡോളറും മൈനസും നോക്കിക്കഴിയുമ്പോൾ പ്രസിഡൻസ് കൂടുതലുള്ളത് ഇപ്പം ഈ മൈനസിനാണ്, സ്റ്റാക്കിൽ കിടക്കുന്നതിനാണ് പ്രസിഡൻസ് കൂടുതൽ, സോറി ഇൻപുട്ടിൽ കിടക്കുന്നതിനാണ് പ്രസിഡൻസ് കൂടുതൽ. അങ്ങനെ പ്രസിഡൻസ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യുക ഈ മൈനസിനെ. ഓക്കെ, നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, കണ്ടോ, ഇതിനെ എടുത്തിട്ട് സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് സ്റ്റാക്കിന് ടോപ്പിൽ കിടക്കുന്ന മൈനസ്, ഇവിടെ കിടക്കുന്നത് ID. ഇത് തമ്മിൽ നോക്കുമ്പം IDക്കാണ് പ്രസിഡൻസ് കൂടുതൽ, അതായത് ഇൻപുട്ടിൽ കിടക്കുന്നതിനാണ് പ്രസിഡൻസ് കൂടുതൽ. ഇൻപുട്ടിൽ കിടക്കുന്നതിന് പ്രസിഡൻസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ IDയെ എടുത്തിട്ട് പുഷ് ചെയ്യുക. അതാണ് പറഞ്ഞത്, ID എടുത്ത് പുഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിഫ്റ്റ് ആണ് ഇവിടെ നടക്കുന്ന ആക്ഷൻ. ഷിഫ്റ്റ് ആക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യണം, IDയെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാക്കിലേക്ക് മൂവ് ചെയ്യണം. കണ്ടോ, ID എടുത്തിട്ട് സ്റ്റാക്കിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇനി സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്ന ID ആണ്, ഇൻപുട്ടിൽ കിടക്കുന്നത് ഇൻറ്റു ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഇൻറ്റുവിനും IDക്കും തമ്മിൽ പ്രസിഡൻസ് നോക്കുമ്പം ഇൻപുട്ടിൽ കിടക്കുന്ന ഇൻറ്റുവിന് പ്രസിഡൻസ് കുറവാണ്. പ്രസിഡൻസ് കുറവാണെങ്കിൽ എന്താണ് വരുന്നത്, സ്റ്റാക്കിൽ റിഡക്ഷൻ ആണ് നടക്കേണ്ടത്, റെഡ്യൂസ് ചെയ്യണം. അപ്പം റെഡ്യൂസ് ചെയ്യേണ്ടത് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്ന ഈ ID ആണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, റെഡ്യൂസ് ചെയ്യുക ഏത് വെച്ചിട്ടാണ്, ID ആണ് ഇവിടെ മാച്ച് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ റെഡ്യൂസ് ചെയ്യേണ്ട ഏതാണ്, ഈ ഇംപ്ലൈസ് ID. അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്ന IDയെ എടുത്തിട്ട് നമ്മൾ പോപ്പ് ചെയ്തു, എന്നിട്ട് EA എടുത്തിട്ട് പുഷ് ചെയ്തു. കേട്ടോ, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്ന ID എടുത്തിട്ട് പോപ്പ് ചെയ്തിട്ട് EA എടുത്തിട്ട് പുഷ് ചെയ്തു. നോൺ ടെർമിനൽ നമ്മളിവിടെ നോക്കണ്ട. ഇനി സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നത് മൈനസും ഇവിടെ ഇൻറ്റുമാണ് കിടക്കുന്നത്. ഒക്കെ ഉണ്ടോ, അപ്പം മൈനസും ഇൻറ്റുവും നോക്കുമ്പം ഇൻറ്റുവിനാണ് പ്രസിഡൻസ് കൂടുതൽ. ഇൻറ്റുവിനാണ് പ്രസിഡൻസ് കൂടുതൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞേ, നമ്മൾ സ്റ്റാക്കിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആണ് ആക്ഷൻ നടക്കേണ്ടത്. അപ്പോൾ ഷിഫ്റ്റ് ആക്ഷൻ നടക്കണം. അപ്പോൾ ഷിഫ്റ്റ് എന്ന് പറയുമ്പം ഇൻപുട്ടിൽ നിന്ന് സ്റ്റാക്കിലേക്ക് ഒരു എലിമെൻറ്റിനെ പുഷ് ചെയ്യുക, മൂവ് ചെയ്യുക. കണ്ടോ, മൂവ് ചെയ്തു. ഇനി സ്റ്റാക്കിൽ കിടക്കുന്നത് ഇൻറ്റു ആണ്,
ഇൻപുട്ടിൽ കിടക്കുന്നത് ഐ ഡി ആണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ പ്രസിഡൻസ് കൂടുതൽ ഐ ഡിക്കാണ്. അപ്പം എന്ത് വരണം? ഇൻപുട്ടിൽ കിടക്കുന്നതിന് പ്രസിഡൻസ് കൂടുതലാണെങ്കിൽ ഷിഫ്റ്റ് ആണ് ആക്ഷൻ നടക്കേണ്ടത്. കണ്ടോ, ഷിഫ്റ്റ് ആണ് ആക്ഷൻ നടക്കേണ്ടത്. ഷിഫ്റ്റ് ആക്ഷൻ നടക്കുമ്പം ഇൻപുട്ടിൽ നിന്ന് ഒരു സിമ്പിളിനെ എടുത്ത് സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യും. കണ്ടോ, പുഷ് ചെയ്തു. ഇനി നമ്മൾ കിടക്കുന്നത് സ്റ്റാക്കിൽ കിടക്കുന്നത് ഐ ഡിയും ഇൻപുട്ടിൽ ഡോളറുമാണ്. ഡോളറിനാണ് ഏറ്റവും കുറവ് പ്രസിഡൻസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഐ ഡിയും ഡോളറും നോക്കുമ്പം ഡോളറിന് പ്രസിഡൻസ് കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? റെഡ്യൂസ് ആക്ഷൻ ആണ് നടക്കേണ്ടത്. ഇപ്പോൾ റെഡ്യൂസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഐ ഡി ഇവിടെ മാച്ച് ആവുന്നുണ്ടോ, ലെഫ്റ്റ് സൈഡുമായിട്ട് റൈറ്റ് സൈഡുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും. കണ്ടോ, ഈ ഇക്വേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനുമായിട്ടാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ റെഡ്യൂസ് ഇ ഇംപ്ലൈസ് ഐ ഡി എന്ത് വരണം? റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേന് ഈ ഐ ഡിയെ നമ്മൾ എടുത്ത് പോപ്പ് ചെയ്തിട്ട് ഇയെ എടുത്തിട്ട് പുഷ് ചെയ്യുക. കണ്ടോ, ഐ ഡി എടുത്ത് പോപ്പ് ചെയ്തു, എന്നിട്ട് ഇയെ എടുത്തിട്ട് പുഷ് ചെയ്തു. ഇനി സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റു ആണ്. കണ്ടോ, ഇൻറ്റു. ഇവിടെ ഡോളറുമാണ് കിടക്കുന്നത്. അപ്പൊ പ്രസിഡൻസ് ഡോളറിന് കുറവാണ്, ഇൻപുട്ടിൽ കിടക്കുന്നതിന് കുറവാണ്. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസ് ആക്ഷൻ ആണ് വരേണ്ടത്. അപ്പൊ ഈ സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്നത് ഒരു ഹാൻഡിലാണോ നോക്കണം. ഹാൻഡിലാണോ എന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, ഈ ഇൻറ്റു ഇ എന്ന് പറയുന്നത് റൈറ്റിൽ കിടപ്പുന്നുണ്ടോ, റൈറ്റ് സൈഡിലുണ്ടോ എന്ന് നോക്കുക. കണ്ടോ ഇവിടെ. അപ്പം റെഡ്യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഈ ഇംപ്ലൈസ് ഇ ഇൻറ്റു ഇ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യണം? ഈ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്ന ഇ ഇൻറ്റു ഇയെ നമ്മൾ പോപ്പ് ചെയ്തിട്ട് ഈ ഇയെ, അതായത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇയെ എന്ത് ചെയ്യുക? പുഷ് ചെയ്യുക. കണ്ടോ, അപ്പം നമുക്ക് ഈ മൈനസ് എന്ന് കിട്ടും. ഇനിയും സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നത് മൈനസ് സിമ്പിളാണ്, ഇവിടെ കിടക്കുന്നത് ഡോളറാണ്. അപ്പം ഡോളറിന് പ്രസിഡൻസ് കൂടുതലാണ്, അത് കുറവാണ്. ഇൻപുട്ടിൽ കിടക്കുന്നത് ഡോളറാണ്, ഡോളറിന് പ്രസിഡൻസ് കുറവാണ്. അപ്പം റെഡ്യൂസ് ആക്ഷൻ ആണ് നടക്കേണ്ടത്. അപ്പം സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കിടക്കുന്നത് എടുക്കുക. ഓക്കെ, ഇ മൈനസ് ഇ എന്ന് പറയുന്നത് ഒരു ഹാൻഡിലാണോ എന്ന് നോക്കുക. കണ്ടോ, ഇവിടെ ഈ ഇക്വേഷനകത്ത് വരുന്നുണ്ട്. അപ്പം ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പം എടുക്കുക, ഇ ഇംപ്ലൈസ് ഇ മൈനസ് ഇ. അപ്പം എന്ത് ചെയ്യുക? ഇ മൈനസ് ഇയെ നമ്മൾ പോപ്പ് ചെയ്തിട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന ഇയെ പുഷ് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇ മൈനസ് ഇയെ നമ്മൾ പോപ്പ് ചെയ്തിട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന ഇയെ നമ്മൾ പുഷ് ചെയ്യാം. അപ്പം ഇനി നമ്മൾ നോക്കുമ്പം സ്റ്റാക്കിൻ്റെ അകത്ത് എന്താണ്? സ്റ്റാർട്ടിങ് സിമ്പിൾ മാത്രം, ഇൻപുട്ട് എംപ്റ്റി. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് സ്റ്റേറ്റ് ആണ്. ആക്സെപ്റ്റ് ചെയ്യുക. അപ്പം നമുക്കിവിടെ വെച്ച് നമുക്ക് പാസിങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏത് തന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന റൂള് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ. സാധാരണ യൂണിവേഴ്സിറ്റിക്കൊക്കെ ചോദിക്കാറുള്ളതാണ് ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിനെ കുറിച്ച്. നിങ്ങൾക്കൊരു ഗ്രാമർ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പാസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിങ്ങിൻ്റെ അകത്ത് രണ്ട് തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ. രണ്ടാമത്തേത് റെഡ്യൂസ് ഏത് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം. ഈ രണ്ട് കോൺഫ്ലിക്റ്റുകളാണ് നമുക്ക് ഇതിനകത്ത് ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് ഇതാണ്, കോൺഫ്ലിക്റ്റ് ആണ്. ദർ ആർ 2 ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് വരാം. ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ, അതാണ് ഷിഫ്റ്റ് റെഡ്യൂസ് ഏത് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഒന്നിൽ കൂടുതലെണ്ണം വരണമെങ്കിൽ ഏത് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഷിഫ്റ്റ് റെഡ്യൂസും റെഡ്യൂസ് കോൺഫ്ലിക്റ്റും വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അംബിഗ്വിറ്റി ഉണ്ടെങ്കിൽ എന്ത് വരും? അതിൻ്റെ അകത്ത് ഒന്നുകിൽ ഷിഫ്റ്റ് റെഡ്യൂസ് അല്ലെ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദ ലിമിറ്റേഷൻ ഓഫ് LR പാസിംഗ് മെത്തേഡ്, ഇതാണ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യണോ റെഡ്യൂസ് ചെയ്യണോ, അല്ല റെഡ്യൂസ് ചെയ്യണോ. ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഒരു LR പാസർ എന്ന് പറയുന്ന ബോട്ടം അപ്പ് പാസറിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു അംബിഗ്യുവസ് ഗ്രാമറിൻ്റെ അകത്താണ് ഇത് വരുന്നത്. ഓക്കെ, അംബിഗ്യുവസ് ഗ്രാമറാണ്. അംബിഗ്യുവസ് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം വരില്ല. ഒരു അംബിഗ്യുവസ് ഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു
ഡിസഡ്വാൻറ്റേജ് വരാം. ഓക്കെ, നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിനെ കുറിച്ചാണ്. ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനകത്ത് ആക്ഷൻസ് ഏതൊക്കെയാണ്, ഓക്കെ, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.